ശുഭമായൊരാനന്ദം നൽകിയിടുവാൻ അവതാരം ചെയ്തൊരു തമ്പുരാനേ. ശുഭമായൊരാനന്ദം നൽകിയിടുവാൻ അവതാരം ചെയ്തൊരു തമ്പുരാനേ. ആനന്ദപ്പൂമധു നൽകിടുന്ന കാരുണ്യക്കാതലെ തമ്പുരാനേ, തമ്പുരാനേ, തമ്പുരാനേ. ശുഭമായൊരാനന്ദം നൽകിയിടുവാൻ അവതാരം ചെയ്തൊരു തമ്പുരാനേ. ആനന്ദപ്പൂമധുവുണ്ണുവാനായി ആർത്തിയോടാത്മാക്കളെത്തിടുന്നു. ആനന്ദപ്പൂമധുവുണ്ണുവാനായി ആർത്തിയോടാത്മാക്കളെത്തിടുന്നു. തിരുഹൃദയ സ്വർഗത്തിൽ നിന്നും നിത്യം അരുളുന്ന ജ്ഞാന തിരുമൊഴികൾ. തിരുഹൃദയ സ്വർഗത്തിൽ നിന്നും നിത്യം അരുളുന്ന ജ്ഞാന തിരുമൊഴികൾ, തിരുമൊഴികൾ. ശുഭമായൊരാനന്ദം നൽകിയിടുവാൻ അവതാരം ചെയ്തൊരു തമ്പുരാനേ. ഹൃദയങ്ങളിലെപ്പോഴും മാധുര്യമേറുന്നു തമ്പുരാനേ. ചിന്തിക്കും ഹൃദയങ്ങളിലെപ്പോഴും മാധുര്യമേറുന്നു തമ്പുരാനേ. ആനന്ദഗീതങ്ങൾ പാടി സ്തുതിക്കുമ്പോൾ ആനന്ദപ്പൂമധു നൽകിയിടുന്നു. ആനന്ദപ്പൂമധു നൽകിയിടുന്നു, നൽകിയിടുന്നു. ശുഭമായൊരാനന്ദം നൽകിയിടുവാൻ അവതാരം ചെയ്തൊരു തമ്പുരാനേ. ആനന്ദപ്പൂമധുണ്ട് സുഖിക്കുവാൻ ആർത്തിയോടാത്മാക്കളെത്തിടുന്നു. ആനന്ദപ്പൂമധുണ്ട് സുഖിക്കുവാൻ ആർത്തിയോടാത്മാക്കളെത്തിടുന്നു. തിരുഹൃദയ സ്വർഗത്തിൽ നിന്നരുളിയിടുന്ന മാധുര്യമേറുന്ന തിരുമൊഴികൾ. തിരുഹൃദയ സ്വർഗത്തിൽ നിന്നരുളിയിടുന്ന മാധുര്യമേറുന്ന തിരുമൊഴികൾ, തിരുമൊഴികൾ. ശുഭമായൊരാനന്ദം നൽകിയിടുവാൻ അവതാരം ചെയ്തൊരു തമ്പുരാനേ. ആനന്ദപ്പൂമധു നൽകിടുന്ന കാരുണ്യക്കാതലെ തമ്പുരാനേ, തമ്പുരാനേ, തമ്പുരാനേ. ശുഭമായൊരാനന്ദം നൽകിയിടുവാൻ അവതാരം ചെയ്തൊരു തമ്പുരാനേ.
ദൈവനാമം സ്തുതിച്ചാൽ ദുഃഖമെല്ലാം തീർന്നിടും. ദൈവനിയമം പാലിച്ചാൽ പാപമെല്ലാം തീർന്നിടും. ദൈവനാമം സ്തുതിച്ചാൽ ദുഃഖമെല്ലാം തീർന്നിടും. ദൈവനിയമം പാലിച്ചാൽ പാപമെല്ലാം തീർന്നിടും. തൂണിലും തുരുമ്പിലും നാരിലും ഞരമ്പിലും ഹൃദയ സരസിനുള്ളിലും ദൈവം വാഴുന്നു. തൂണിലും തുരുമ്പിലും നാരിലും ഞരമ്പിലും ഹൃദയ സരസിനുള്ളിലും ദൈവം വാഴുന്നു. ഇടവും വലവും തൻ മുന്നിലും പിന്നിലും ഭക്തർ നടുവിലും വാഴുന്നു. സർവവ്യാപിയായി വാഴുന്നു, സർവവ്യാപിയായി വാഴുന്നു. ദൈവനാമം സ്തുതിച്ചാൽ ദുഃഖമെല്ലാം തീർന്നിടും. ദൈവനിയമം പാലിച്ചാൽ പാപമെല്ലാം തീർന്നിടും. ഒരേ ജാതി ഒരേ മതവും ഒരേ ദൈവവുമേവർക്കും ഒരേ ചിന്തയിൽ അവന്റെ നാമസങ്കീർത്തനം പാടിയിടിൽ. ഒരേ ജാതി ഒരേ മതവും ഒരേ ദൈവവുമേവർക്കും ഒരേ ചിന്തയിൽ അവന്റെ നാമസങ്കീർത്തനം പാടിയിടിൽ. ആത്മബോധവും ആനന്ദാഭയും നിത്യശാന്തിയും നേടിടും. മോക്ഷസുഖവും നേടിടും, മോക്ഷസുഖവും നേടിടും. ദൈവനാമം സ്തുതിച്ചാൽ ദുഃഖമെല്ലാം തീർന്നിടും. ദൈവനിയമം പാലിച്ചാൽ പാപമെല്ലാം തീർന്നിടും. ദൈവനാമം സ്തുതിച്ചാൽ ദുഃഖമെല്ലാം തീർന്നിടും. ദൈവനിയമം പാലിച്ചാൽ പാപമെല്ലാം തീർന്നിടും.
ദൈവമേ ശുഭാനന്ദമേ സർവലോക സൃഷ്ടിതാവേ ആരിലെങ്ങും പ്രശോഭിക്കും ഭൂനിലാവേ കാത്തുകൊള്ള ദൈവമേ ശുഭാനന്ദമേ സർവലോക സൃഷ്ടിതാവേ പാരിലെങ്ങും പ്രശോഭിക്കും ഭൂനിലാവേ കാത്തുകൊള്ളുക ശുഭാനന്ദ ഗുരുദേവൻ ആശ്രിതർക്കാധാരമല്ലോ ആശ്വാസസ്വരൂപനല്ലോ ആനന്ദപ്രധാനനല്ലോ ശുഭാനന്ദ ഗുരുദേവൻ ആശ്രിതർക്കാധാരമല്ലോ ആശ്വാസസ്വരൂപനല്ലോ ആനന്ദപ്രധാനനല്ലോ അജ്ഞതയാമന്ധകാരം പാടെ നീക്കും മണിദീപം വിജ്ഞാനരശ്മി ചൊരിയും ജ്ഞാനസൂര്യനല്ലോ ദേവൻ അജ്ഞതയാമന്ധകാരം പാടെ നീക്കും മണിദീപം വിജ്ഞാനരശ്മി ചൊരിയും ജ്ഞാനസൂര്യനല്ലോ ദേവൻ രോഗപീഠയാൽ വലയും രോഗികൾക്കഖില ഭൂമി ക്ഷേമമികും ദിവ്യൗഷധം നൽകിടുന്നൊരെന്റെ ദേവ രോഗപീഠയാൽ വലയും രോഗികൾക്കഖില ഭൂമി ക്ഷേമമേകും ദിവ്യൗഷധം നൽകിടുന്നൊരെന്റെ ദേവ ഏഴയാകും ഈ അഗതി ഭൂതകാല ചെയ്ത പാപം ആ പിതാവെ നീ പൊറുത്തു ഭാവുകം നൽകിയിടണമേ ഏഴയാകുമീ അഗതി ഭൂതകാലി ചെയ്ത പാപം ആ പിതാവേ നീ പൊറുത്തു ഭാവുകം നൽകിയിടണമേ ഖേദഭാരാൽ നിൻ സവിധേ ആശ്രയിക്കു വീഴയിൽ ശാന്തി പരിപൂർണമം ശ്രീപാദപത്നി ചേർത്തുകൊള്ളുക ഖേദഭാരാൽ സവിധേ ആശ്രയിക്കുമേടയെന്നെ ശാന്തി പരിപൂർണമാം ശ്രീപാദപത്നി ചേർത്തുകൊള്ളുക ഭൂവിലും നീ നിരന്തരം സർവലോക സൃഷ്ടിയിലും പിന്നിലും നിറഞ്ഞിടുന്ന സർവശക്തൻ തമ്പുരാനെ ഭൂവിലും നീ നിരന്തരം സർവലോക സൃഷ്ടിയിലും പിന്നിലും നിറഞ്ഞിടുന്ന സർവശക്തൻ തമ്പുരാനെ പാപം ശാപം ജാതി സ്പർദ്ധ ആദിയാം ദുർമാരിയെല്ലാം ഞാൻ അഗ്നിയിൽ ഹോമിത്തൊഴേ ആശ്വാസത്തെ നൽകി നാഥൻ പാപം ശാപം ജാതി സ്പർദ്ധ ആദിയാം ദുർമാരിയെല്ലാം ഞാൻ അഗ്നിയിൽ ഹോമിച്ചൊഴിച്ചാശ്വാസത്തെ നൽകി നാഥൻ ആത്മബോധോദയത്തിൻ്റെ സനാതന ജയക്കൊടി മാനസിക ശോഭിതമായി ഭൂതലത്തിലെന്നും ദേവ ആത്മബോധോദയത്തിൻ്റെ സനാതന ജയക്കൊടി ലാലസിക്ക ശോഭിതമായി ഭൂതലത്തിലെന്നും ദേവ ഇഴകളോടങ്ങേക്കുള്ള അളവറ്റ രാഗത്തിനായി ഭക്തിയോട് നന്ദി ചൊല്ലി പൊന്നുനാമം വാഴ്ത്തുന്നു ഞാൻ ഇഴകളോടങ്ങേക്കുള്ള അളവറ്റ രാഗത്തിനായി ഭക്തിയോടെ നന്ദി ചൊല്ലി പൊന്നുനാമം വാഴ്ത്തുന്നു ഞാൻ ദൈവമേ ശുഭാനന്ദമേ സർവലോക സൃഷ്ടിതാവേ
പാരിലെങ്ങും പ്രശോഭിക്കും ഭൂമിലാവെ കാത്തുകൊള്ളുക. ദൈവമേ ശുഭാനന്ദമേ സർവ്വലോക സൃഷ്ടിതാവേ പാരിലെങ്ങും പ്രശോഭിക്കും ഭൂമിലാവെ കാത്തുകൊള്ളുക. പാരിലെങ്ങും പ്രശോഭിക്കും ഭൂമിലാവെ കാത്തുകൊള്ളുക. ചഞ്ചലം മാനസരാഗാതെ വഞ്ചിതരായി പോകാളേ സച്ചിന്മയനാം സദ്ഗുരുരൂപം വിളയാടേണം ആത്മാവിൽ. സച്ചിന്മയനാം സദ്ഗുരുരൂപം വിളയാടേണം ആത്മാവിൽ. ചഞ്ചലമാനസരാഗാരേ വഞ്ചിതരായി പോകാരേ. പതരാതുള്ള ചിന്തയിലും പരമാനന്ദം പ്രാപിച്ചു. പതരാതുള്ള ചിന്തയിലും പരമാനന്ദം പ്രാപിച്ചു. പരമാത്മാവിൻ സത്യത്തെ പരിചോടെന്നും പാലിക്ക. പരമാത്മാവിൻ സത്യത്തെ പരിചോടെന്നും പാലിക്ക. ചഞ്ചലമാനസരാഗാരേ വഞ്ചിതരായി പോകാരേ. പാപം തീർന്നവരാകേണം പരിശുദ്ധരായി തീരണം. പാപം തീർന്നവരാകേണം പരിശുദ്ധരായി തീരണം. പരലോകത്തിനു വാഴ്ച തന്നെ ഈ ലോകത്തിൽ കാണേണം. പരലോകത്തിനു വാഴ്ച തന്നെ ഈ ലോകത്തിൽ കാണേണം. ചഞ്ചലമാനസരാഗാരേ വഞ്ചിതരായി പോകാരേ. ഭൂമിയിൽ വന്ന
ചെയ്വതും എന്തിന് നിത്യാനന്ദം കാണാതുള്ള കർമ്മം ചെയ്വതും എന്തിന് ചഞ്ചലമാനസരാഗേ വഞ്ചിതരായി പോകാതെ ത്യാഗികളായതും എന്തിന് ത്യാഗകർമ്മവും എന്താണ് ത്യാഗികളായതും എന്തിന് ത്യാഗകർമ്മവും എന്താണ് പരലോകത്തെ പ്രാപിക്കാത്ത ത്യാഗകർമ്മവും എന്താണ് പരലോകത്തെ പ്രാപിക്കാത്ത ത്യാഗകർമ്മവും എന്താണ് ചഞ്ചലമാനസരാഗേ വഞ്ചിതരായി പോകാതെ സച്ചിന്മയനാം സദ്ഗുരുരൂപം വിളയാടേണം ആത്മാവിൽ സച്ചിന്മയനാം സദ്ഗുരുരൂപം വിളയാടേണം ആത്മാവിൽ ചഞ്ചലമാനസരാഗേ വഞ്ചിതരായി പോകാതെ കാലം വരയ്ക്കും ഗുരുകൽപ്പനയ്ക്ക് മാറ്റമില്ല കാലം വരയ്ക്കും ഗുരുകൽപ്പനയ്ക്ക് മാറ്റമില്ല കാതലായുദിയ വേദോ തൻ്റെ കായാമ്പുമേനി തൻ രൂപം കാതലായോദിയ വേദം തന്റെ കായാമ്പുമേനി തൻ രൂപം കായാമ്പുമേനിയെ കണ്ടാൽ പിന്നെ കാണുവാൻ മറ്റൊന്നുമില്ല കായാമ്പുമേനിയെ കണ്ടാൽ പിന്നെ കാണുവാൻ മറ്റൊന്നുമില്ല കണ്ണിനു കണ്ണായിരിക്കും എൻ്റെ കണ്ണനെ കണ്ടാൽ മതിയേ കണ്ണിനു കണ്ണായിരിക്കും എന്റെ കണ്ണനെ കണ്ടാൽ മതിയേ
അന്ത്യമില്ലാതെയായി ഭവിക്കും. കണ്ണാലെ കാണുന്നതെല്ലാം അന്ത്യമില്ലാതെയായി ഭവിക്കും. ഉള്ളതായുള്ളവനെന്നു ഉള്ളിൽ ഉള്ളതായെന്നും വസിക്കും. ഉള്ളതായുള്ളവനെന്നും ഉള്ളിൽ ഉള്ളതായെന്നും വസിക്കും. കൽപ്പാന്തകാലം വരയ്ക്കും ഗുരുകൽപ്പനയ്ക്കു മാറ്റമില്ല. കൽപ്പാന്തകാലം വരയ്ക്കും ഗുരുകൽപ്പനയ്ക്ക് മാറ്റമില്ല. നാമസങ്കീർത്തനം വന്നുദിച്ചു നിന്റെ പാപമൊഴിച്ചിടുവാൻ. നാമസങ്കീർത്തനം വന്നുദിച്ചു നിന്റെ പാപമൊഴിച്ചിടുവാൻ. നാരായണ തിരുനാമങ്ങൾ ലോകത്തിൽ ഘോഷിക്കുമാറായല്ലോ. നാരായണ തിരുനാമങ്ങൾ ലോകത്തിൽ ഘോഷിക്കുമാറായല്ലോ. നാരിമാരും നരന്മാരും ശിശുക്കളും ഒന്നായി സ്തുതിച്ചിടുന്നേ. നാരിമാരും നരന്മാരും ശിശുക്കളും ഒന്നായി സ്തുതിച്ചിടുന്നേ. ആനന്ദം പാടി അകമതിലാശ്വാസം എപ്പോഴും കാണുന്നുണ്ട്. ആനന്ദം പാടി അകമതിലാശ്വാസം എപ്പോഴും കാണുന്നുണ്ട്. നാമസങ്കീർത്തനം വന്നുദിച്ചു നിന്റെ പാപമൊഴിച്ചിടുവാൻ. നാരായണ തിരുനാമങ്ങൾ ലോകത്തിൽ ഘോഷിക്കുമാറായല്ലോ. ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന നാൾ വരെ നാമസ്തുതിച്ചിടും ഞാൻ. ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന നാൾ വരെ നാമസ്തുതിച്ചിടും ഞാൻ.
രോഗശാന്തിയതും ഭൂതശാന്തിയതും പാപശാന്തിയും കിട്ടി. രോഗശാന്തിയതും ഭൂതശാന്തിയതും പാപശാന്തിയും കിട്ടി. നാമസങ്കീർത്തനം വന്നുദിച്ചു നിന്റെ പാപമൊഴിച്ചിടുവാൻ. നാരായണ തിരുനാമങ്ങൾ ലോകത്തിൽ ഘോഷിക്കുമാറായല്ലോ. നാരായണ തിരുനാമങ്ങൾ ലോകത്തിൽ ഘോഷിക്കുമാറായല്ലോ. ഈശ്വരമായതിൽ ഇച്ഛ വരാതെ നിശ്ചലമാനസരായി നശ്വരമായതിൽ ഇച്ഛ വരാതെ നിശ്ചലമാനസരായി സത്യമതിൽ സ്ഥിരമൊത്തു വസിച്ചാൽ നിത്യാനന്ദം നിത്യാനന്ദം സത്യമതിൽ ശാശ്വത സുഖരൂപ സുഖമറിവാറുള്ളറിവായിട്ടകമേ വാഴും ഗുരുദേവ വാഴും ഗുരുദേവ ശാശ്വത ആത്മപരിശുദ്ധിക്ക് വേണ്ടി ആത്മനാഥൻ അവതരിപ്പിച്ച ഉന്നതമായ നിയമമാണ് 12 വെള്ളിയാഴ്ച വ്രതം. അതുതന്നെയാണ് ഇതിന്റെ ശ്രേഷ്ഠതയും. എന്ത് ആത്മനാഥനാൽ സ്ഥാപിക്കപ്പെട്ടു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. ലോകത്തിൽ പുണ്യ ജന്മങ്ങളൊക്കെ വന്ന് അവരുടെ ചിന്തകളിലൂടെ അവരുടെ പരിശുദ്ധ ജീവിതത്തിലൂടെ പരോപകാരപ്രദമായ പല കാര്യങ്ങളും ലോകത്തിൽ അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെതായ സുഖവും ശാന്തിയും ഒക്കെ ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഒരാത്മാവിന്റെ ജന്മാന്തരം അറിഞ്ഞ് ജന്മപാപവും കർമ്മദോഷവും ജീവനാശവും തീർത്ത്
വിനാശവും തീർത്ത് പരിപൂർണ മോക്ഷത്തിൽ എത്തിക്കുവാൻ തക്ക വിധത്തിൽ പരിപൂർണ മോക്ഷത്തിൽ എത്തിക്കുവാൻ തക്ക വിധത്തിൽ ഒരാത്മാവിനെ ഒരുക്കുന്ന ഒരു ആത്മാവിനെ ഒരുക്കുന്ന ഇതുപോലൊരു വ്യവസ്ഥ ലോകത്തിൽ മനുഷ്യരാൽ സ്ഥാപിക്കാൻ സാധിക്കില്ല. ഇതുപോലൊരു വ്യവസ്ഥ ലോകത്തിൽ മനുഷ്യരാൽ സ്ഥാപിക്കാൻ സാധിക്കില്ല. അതാണ് ഈ വ്യവസ്ഥയുടെ പ്രത്യേകത. അതാണ് ഈ വ്യവസ്ഥയുടെ പ്രത്യേകത. എന്താണ് അതിന്റെ പ്രത്യേകത? സർവശക്തി പ്രത്യക്ഷമായി വന്നതായ സമയത്ത് സർവശക്തി പ്രത്യക്ഷമായി വന്നതായ സമയത്ത് സർവശക്തി പാസാക്കിയ നിയമം ഞങ്ങൾ നടത്തിയിടുന്നേ. സർവദോഷം തീരുവാനും സർവശക്തി വാഴുവാനും സർവദോഷം സർവദാ പൊന്നു നാമം സ്തുതിച്ചിടുന്നേ. സർവദാ പൊന്നു പാദം നമിച്ചിടുന്നേ. പൊന്നുപാദം നമിച്ചും പൊന്നുനാമം സ്തുതിച്ചും സർവശക്തി പാസാക്കിയ ഈ നിയമത്തെ നടപ്പിൽ വരുത്തിയാൽ അഥവാ അവരവർ അനുഷ്ഠിച്ചാൽ ഉന്നതമായ ഭാഗ്യം ഓരോരുത്തരിലും ഉണ്ടാകും. എന്തെല്ലാം ഭാഗ്യമാണ് ഉണ്ടാകുന്നത്? സർവദോഷ ശാന്തി ഉണ്ടാകും. സർവശക്തിയുടെ വാഴ്ച അകമേ കാണാൻ കഴിയും. വാഴുക വാഴുക പരമാത്മാവേ, ഏഴയാം ദാസനിൽ നീ വാഴുക വാഴുക. വാഴുക വാഴുക പരമാത്മാവേ, ഏഴയാം ദാസനിൽ നീ വാഴുക വാഴുക പരമാത്മാവേ. ദുഃഖങ്ങൾ നീക്കിട്ടെന്നിൽ വാഴണമേ, എന്നും വാഴണമേ. ദുഃഖങ്ങൾ വാഴുക വാഴുക പരമാത്മാവേ, ഏഴയാം ദാസനിൽ നീ വാഴുക വാഴുക പരമാത്മാവേ. ദുഃഖങ്ങൾ നീക്കിട്ടെന്നിൽ വാഴണമേ, എന്നും വാഴണമേ. ദുഃഖങ്ങൾ സർവദുഃഖങ്ങളും തീരുവാൻ, സർവദോഷങ്ങളും തീരുവാൻ സർവശക്തിയുടെ അധിവാസം ഓരോ ആത്മാവിലും ആവശ്യമുണ്ട് എന്ന് അറിയാവുന്നത് ആർക്കാണ്? ആ സർവശക്തിക്ക് തന്നെയാണ്. ആത്മലോകത്തിൽ ഇത് മറവായി പോയി. എന്തുകൊണ്ട് മറവായി പോയി? മായാമോഹം വർദ്ധിച്ചത് കൊണ്ട് മറവായി പോയി. ഈ മായാമോഹങ്ങളെ മാറ്റി മാലിന്യമില്ലാത്ത ഒരു മാനസം ഉണ്ടാക്കിയെടുക്കുവാൻ, അഥവാ നിഷ്കളങ്ക ഹൃദയത്തെ രൂപപ്പെടുത്തുവാൻ നിഷ്കളങ്ക ജ്ഞാനഖഡ്ഗി ഉദയമായി നിന്ന് സ്ഥാപിച്ചതാണ് ഈ ആദർശവും ഇതിലെ നിയമങ്ങളും. അതുകൊണ്ട് ഇത് പാലിക്കുന്നവരുടെ എല്ലാം അന്തരംഗം ശുദ്ധമാകും. അങ്ങനെ ശുദ്ധമായെങ്കിലേ ഉന്നതനാകുന്ന ഗുരുവിനെ കാണാൻ കഴിയൂ. ഗുരുവിനെ കണ്ടെങ്കിലേ സർവ്വദോഷങ്ങളും തീരുകയുള്ളൂ. പ്രകാശമില്ലാതെ ഇരുട്ട് മാറുകയില്ല. ഗുണമില്ലാതെ ദോഷം തീരുകയില്ല. അതുകൊണ്ട് സർവ സൽഗുണങ്ങളുടെയും ഉറവിടമാകുന്ന ജഗദ്ഗുരുവിന്റെ രൂപത്തെ അകതാരിൽ അവനവനിൽ കാണുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കാം? നിഷ്കളങ്ക ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ജീവിതം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അതിനായി തന്ന നിയമങ്ങളെ പാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അപ്പൊ നിയമം പാലിച്ചും പരിശുദ്ധ ജീവിതം ചെയ്തും നിഷ്കളങ്ക ഭക്തിയോടുകൂടി ആരെല്ലാം തന്നെ പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ഉള്ളിലെല്ലാം തുള്ളിക്കളിക്കുന്ന ആ ദിവ്യരൂപം കാണാൻ കഴിയും. ആ ദിവ്യരൂപം കാണണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ?
ശക്തമായ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കൈയടിക്കാം. കൈയടിച്ചാൽ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച് കൈയടിച്ചതാണോ? പിന്നെ എന്ത് ചെയ്യണം? നിയമം പാലിക്കണം, നാമം സ്തുതിക്കണം. അപ്പോ ഈ വ്രതങ്ങളൊക്കെ ഓരോന്നോരോന്നായി നിങ്ങൾക്കായി പ്രദാനം ചെയ്യുമ്പോൾ കോടിക്കണക്കിന് ആളുകൾ ഇതൊന്നുമില്ലാതെ ലോകത്തിൽ ഇങ്ങനെ ജീവിക്കുന്നു എന്ന് നമുക്ക് തോന്നും. അവരെല്ലാം എത്ര സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. നമുക്കെന്തിനാ ഇത്രയും വലിയ വെത്തപ്പാടൊക്കെ, ഇത്രയും വലിയ കെട്ടുപാടൊക്കെ എന്തിനാണ്? ഒരു ജീവിതമല്ലേ ഉള്ളൂ, അങ്ങ് ആഘോഷിച്ച് തീർക്കണ്ടേ? അതെ, ഇത് ആഘോഷിക്കാൻ വേണ്ടി തന്നെയാണ്. ഉത്സവം ആഘോഷിക്കാൻ വേണ്ടിയാണ്. എവിടെയാണ് ഉത്സവം ആഘോഷിക്കുന്നത്? ഉത്സവം ആഘോഷിക്കാം, ഞാൻ ഉത്സവം ആഘോഷിക്കാം, ഉത്സവം ആഘോഷങ്ങൾ ലോകത്തിൽ അനവധി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഉത്സവങ്ങളുടെ ബഹളമാണ്. ആ, ഒരു ആൽത്തറ കെട്ടി അതിലൊരു വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാൽ അവിടെയും ഉണ്ടൊരു ആഘോഷം. ആ, കുറെ നോട്ടീസും കൂപ്പണുമായിട്ട് ഇങ്ങനെ നാട്ടുകാരെല്ലാം ഇറങ്ങി നടന്നങ്ങോട്ട് വിരിക്കും. ആ, കാളയെ കെട്ടുന്നു, കുതിരയെ കെട്ടുന്നു, വെള്ളം അടിക്കുന്നു, തലയും കുത്തി മറിയുന്നു എന്ന് വേണ്ട, ഉത്സവം തന്നെ. അങ്ങനെയുള്ള ഉത്സവമല്ല. ആദ്യകാലത്ത് ഉത്സവം ആഘോഷിച്ചിരുന്ന ഏതൊക്കെയായിരുന്നു? പ്രധാനപ്പെട്ട ഉത്സവം, നമുക്ക് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ഏതാണ്? ചിങ്ങമാസത്തിലെ തിരുവോണമാണ്. ഏത് സ്മരണയിലാണ് നടത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു അവതാര സുദിനത്തെയാണ് സത്യത്തിൽ അതിൽ ആഘോഷിക്കപ്പെടുന്നത്. അതുപോലെ പിന്നെ ആഘോഷിക്കുന്നത് ദീപാവലിയാണ്. തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ് അവിടെ ആഘോഷിക്കുന്നത്. ഇതുപോലെ നമുക്ക് തന്നിരിക്കുന്ന ഈ സർവജ്ഞാന വഴിയിലൂടെ നമ്മുടെ അന്തരംഗത്തിൽ തിരുഉദയം ഉണ്ടാകണം. ജ്ഞാനോദയം, ആത്മോദയം, ആത്മബോധോദയം സംഭവിക്കണം. അപ്പോഴാണ് സർവജ്ഞാനോത്സവം അകതാരിൽ നടക്കുന്നത്. ഖഡ്ഗി കലിയോടു യുദ്ധം ചെയ്തു ജയിച്ചാത്മാലോകത്തെ കരസ്ഥമാക്കി. ഖഡ്ഗി തന്റെ സർവജ്ഞാനത്തിലൂടെ നിങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തി നിങ്ങളിലുള്ള അജ്ഞാനക്കൂരിട്ടാകുന്ന കലിയെ മുഴുവൻ ഉന്മൂലനാശം ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ജീവാത്മാവിലേക്ക് പരമാത്മാവാകുന്ന ജഗദീശ്വരന്റെ ഉദയം ഉണ്ടാകുന്നത്. അതാണ് ജ്ഞാനോദയം, ആത്മോദയം, ആത്മബോധോദയം എന്ന് പറഞ്ഞത്. ആദ്യം ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നു, അപ്പോൾ ആത്മാവ് ഉണരുന്നു, അപ്പോൾ ആത്മാവ് ഉദയം ചെയ്യുകയാണ്. അവിടെയാണ് ആത്മബോധം ഉദയം ചെയ്യുന്നത്. അറിവ് കൊണ്ട് ആത്മാവാകണമെന്ന് ഉപദേശിച്ച ഗുരുവാണ് ശുഭാനന്ദ ഗുരു. അങ്ങനെ അറിവിൽ കൂടി വളർന്നു വരുമ്പോൾ, ജ്ഞാനം വഴിയായുള്ള കർമ്മം ചെയ്യുമ്പോൾ ആത്മബോധോദയം ഉണ്ടാകുന്നു. ആത്മബോധം ഉദിച്ചോരിൽ ശുഭാനന്ദം കാണായി വരും. ആത്മബോധം ഉദിച്ചോരിൽ ശുഭാനന്ദ രൂപം തന്നെ വാഴും ആത്മാവിൽ. ആത്മബോധമുദിച്ചോരിൽ ശുഭാനന്ദം കാണായി വരും. ആത്മബോധമുദിച്ചോരിൽ ശുഭാനന്ദം
പരമാത്മാവ് തന്നെ നേരിട്ട് എഴുന്നള്ളുകയാണ്. പരമാത്മാവ് തന്നെ നേരിട്ട് എവിടേക്ക്? ഒരു ജീവാത്മാവിലേക്ക്. ജീവാത്മാവിലേക്ക്. അപ്പോഴാണ് യഥാർത്ഥമായ ഉത്സവം നമ്മൾ അനുഭവിച്ചറിയുന്നത്. അപ്പോഴാണ് യഥാർത്ഥമായ ഉത്സവം നമ്മൾ അനുഭവിച്ചറിയുന്നത്. ആ ഉത്സവമാണ് നമുക്ക് ആ ആഘോഷിക്കാനുള്ളത്. ഉത്സവമാണ് നമുക്ക് ആഘോഷിക്കുവാൻ. ഖഡ്ഗി കലിയെ ജയിച്ചോരുത്സവം. ഖഡ്ഗി കലിയെ ജയിച്ച ഒരു ഉത്സവം. അങ്ങനെ നമുക്ക് ആഘോഷിക്കാം. എന്താഘോഷിക്കാം? ഉത്സവം ആഘോഷിക്കാം. ഞാൻ ഉത്സവം ആഘോഷിക്കാം. സർവജ്ഞാനോത്സവത്തെ ആത്മാവിൽ ആഘോഷിക്കാം. ആ ഉത്സവമൊക്കെ ഒരറ്റത്ത് കിടക്കട്ടെ, എൻ്റെ കയ്യിലുള്ളത് ഞാൻ കളയത്തില്ലെന്ന് പറഞ്ഞിരുന്നാൽ എന്റെ കയ്യിലുള്ളത് ഞാൻ കളയത്തില്ലെന്ന് പറഞ്ഞിരുന്ന ഈ ദുരാചാരങ്ങളും ദുഷ്കർമ്മങ്ങളും ഒക്കെ, ദുരാചാരങ്ങളും ദുഷ്കർമ്മങ്ങളും അവരവനിലുള്ള ശീലക്കേടുകളൊക്കെ അവരവരുടെ ശീലക്കേടുകളും കളയാതെ ഞാൻ അമക്കി പിടിച്ചുകൊണ്ടിരുന്നാൽ കളയാതെ ഇങ്ങനെ അമക്കി പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്നത് ദ്രവിച്ചു നശിച്ചു പോവുകയല്ലാതെ അവിടെ ഇരുന്നത് ദ്രവിച്ച് നശിച്ചു പോവുകയാണ്. അതിൽ നിന്നൊരു വളർച്ചയോ അതിന് വളർച്ചയോ ഉണ്ടാവുന്നതല്ല. അതിൽ നിന്നൊരു വളർച്ചയോ അതിന് വളർച്ചയോ ഉണ്ടാകുന്ന സ്വയം വളരാൻ അതിന് കഴിവില്ല, വളരാൻ അതിന് കഴിയില്ല. എന്നാൽ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് താൻ. എന്നാൽ നശിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. ചില വൈറസുകളെ പോലെയാണ്. വൈറസുകളെ പോലെ വൈറസുകൾക്ക് സ്വയം ജീവിക്കാനുള്ള കഴിവില്ല. വൈറസുകൾക്ക് സ്വയം ജീവിക്കാനുള്ള ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് അത് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് അത് പ്രവേശിച്ച് ജീവനുള്ള വസ്തുവിലേക്ക് പ്രവേശിച്ചാൽ ജീവനുള്ള വസ്തുവിലേക്ക് ആ പ്രവേശിച്ചാൽ കോശത്തിന്റെ കഴിവ് ഇവൻ ഊറ്റിയെടുക്കുകയാണ്. ആ കോശത്തിന്റെ കഴിവ് ഇവൻ ഊറ്റിയെടുക്കുകയാണ്. അഥവാ ജീവനുള്ള വസ്തുവിന്റെ കഴിവിനെ ഈ വൈറസ് ഊറ്റിയെടുക്കും. ജീവനുള്ള വസ്തുവിന്റെ കഴിവിനെ വൈറസ് അപ്പൊ ഊറ്റിയെടുക്കും. അതും കൂടി ചേരുമ്പോൾ ഈ ജീവകോശം വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിയാതെ നിർജീവമാകും. അങ്ങനെ ജീവകോശം നിർജീവമാകും. അങ്ങനെ പല വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകും. അങ്ങനെ പലവിധത്തിലുള്ള രോഗങ്ങളുണ്ട്. അപ്പോഴാണ് പിന്നെ നമ്മൾ പോയി ആന്റിബയോട്ടിക്കോ അതുപോലെയുള്ള മരുന്നുകളോ ഒക്കെ കഴിച്ച് ഇങ്ങനെ ദിവസങ്ങളോളം കട്ടിലിൽ കിടക്കേണ്ടി വരുന്നത്. അങ്ങനെയാണ് മരുന്ന് വിഷയങ്ങൾ കട്ടിൽ കിടക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ട്? ചെറിയൊരു വൈറസ് കണ്ടുകൊണ്ട് കാണാനോ സൂക്ഷ്മദർശിനി കൊണ്ട് പോലും കാണാൻ കഴിയാത്തത്ര ചെറിയ വൈറസുകൾ കയറുന്നതാണ്. കാണാനോ സൂക്ഷ്മദർശിനികളോ കൊണ്ട് കാണാൻ കഴിയാത്ത ചെറിയ വൈറസുകളുണ്ട്. അങ്ങനെ അത് കയറുന്നതാണ്. അത് കയറുന്നതാണ്. അങ്ങനെ കയറാൻ നമ്മൾ അനുവദിക്കരുത്. അങ്ങനെ കയറാൻ നമ്മൾ അനുവദിക്കരുത്. ഈ അജ്ഞാനങ്ങളെ മുഴുവൻ അകറ്റിക്കളയുവാനുള്ള ഒരു പരിശീലനം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകണം. അജ്ഞാനികളെല്ലാം അകറ്റിക്കളയുവാനുള്ള പരിശീലനം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. അത് സ്വയമില്ലാത്തത് കൊണ്ടാണ് പരിശുദ്ധവരനാകുന്ന ജഗദീശ്വരൻ വന്ന് ഈ പരിശുദ്ധ ജ്ഞാനം ഉപദേശിക്കുന്നത്. അത് സ്വയം ഇല്ലാത്തതുകൊണ്ടാണ് പരിശുദ്ധവരനാകുന്ന ജഗദീശ്വരൻ വന്ന് ഈ പരിശുദ്ധ ജ്ഞാനം ഉപദേശിക്കുന്നത്. അതുകൊണ്ട് യാതൊരു വിധത്തിലും ഒരു കളങ്കങ്ങളും വരുത്താതെ അതുകൊണ്ട് യാതൊരു വിധത്തിലും ഒരു കളങ്കങ്ങളും വരുത്താതെ ഈ നിയമിച്ചിരിക്കുന്ന നിയമങ്ങളുടെ മുഴുവൻ പ്രാധാന്യം വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞ് നിയമിച്ചിരിക്കുന്ന നിയമങ്ങളുടെ എല്ലാം പ്രാധാന്യം വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞ് ആ ഉള്ളവനാകുന്ന ദൈവത്തോട് ചേർന്ന് ഉത്സവം ആഘോഷിക്കാൻ ഓരോരുത്തരും തയ്യാറാവുക. അവനാകുന്ന ദൈവത്തോട് ചേർന്ന് ഉത്സവം ആഘോഷിക്കുവാൻ ഓരോരുത്തരും തയ്യാറാണ്. ഇത് സർവജ്ഞാനോത്സവം എന്ന നാമത്തിൽ നടത്തിയ ജന്മശതാബ്ദിക്ക് വേണ്ടി മാത്രം കീർത്തിച്ചതല്ല. സർവജ്ഞാനോത്സവം എന്ന നാമത്തിൽ നടത്തിയ ജന്മശതാബ്ദിക്ക് വേണ്ടി മാത്രം കീർത്തിച്ചത്. ഒരു ആത്മാവ് ലോകത്തിൽ ജന്മമെടുത്തു വന്നാൽ ഒരു ആത്മാവ് ലോകത്തിൽ ജന്മമെടുത്തു വന്നാൽ നടക്കേണ്ടുന്ന യഥാർത്ഥ കർമ്മമാണ് ഞാൻ ഈ പറഞ്ഞത്. നടക്കേണ്ടുന്ന യഥാർത്ഥ കർമ്മമാണ് തിരുമേനി കൽപ്പിച്ചത്. അങ്ങനെ ആത്മാവും പരമാത്മാവും ചേർന്ന് ആരാധിച്ച് ആനന്ദിക്കുവാനുള്ള അവസ്ഥ, അങ്ങനെ ആത്മാവും പരമാത്മാവും ചേർന്ന് ആരാധിച്ച് ആനന്ദിക്കുവാനുള്ള അവസ്ഥ പരമാത്മാവ് തന്നെ വന്ന് വെളിപ്പെടുത്തി ഈ വിധത്തിൽ കരുണയോടുകൂടി ദാനം ചെയ്യുമ്പോൾ, പരമാത്മാവ് തന്നെ വന്ന് വെളിപ്പെടുത്തി ഈ വിധത്തിൽ കരുണയോടെ ദാനം ചെയ്യുമ്പോൾ അത് സ്വീകരിക്കാൻ ആര് തയ്യാറാവണം? അത് സ്വീകരിക്കുവാൻ ആര് തയ്യാറാണ്? ശിഷ്യപരമ്പരകൾ തയ്യാറാവണം. ശിവപരമ്പരകൾ തയ്യാറാണ്. ഈ ഉത്തമമായ ആദർശത്തെ ഉത്തമമായ ആദർശത്തെ ലോകരംഗത്തേക്ക് പ്രകാശിപ്പിക്കുവാൻ തക്ക വിധത്തിൽ ലോകരംഗത്തേക്ക് പ്രകാശിപ്പിക്കുവാൻ ഓരോ ആത്മാവും പ്രകാശദീപങ്ങളായി തീരണം. ഓരോ ആത്മാവും പ്രകാശദീപങ്ങളായി ആത്മപ്രകാശമുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുവാൻ കഴിയുള്ളൂ. ആത്മപ്രകാശമുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരെ ആ പ്രകാശിപ്പിക്കാൻ ആത്മപ്രകാശ കാഴ്ച ദീർഘപ്രകാശമായി ആത്മപ്രകാശ കാഴ്ച ദീർഘപ്രകാശമായി തീർത്തു. ലോക സൃഷ്ടി ആർത്തി കർമ്മത്തിലെത്തി. തീർത്തു. ലോക സൃഷ്ടി ആർത്തി കർമ്മത്തിൽ ആ വിധത്തിൽ കർമ്മപഥങ്ങളിലേക്ക് ആത്മപ്രകാശത്തെ പകർന്നു കൊടുക്കുവാൻ, കർമ്മപഥങ്ങളിലേക്ക് ആത്മപ്രകാശത്തെ പകർന്നു സൃഷ്ടിലോകം ആകമാനം നമ്മുടേതാണെന്നുള്ള സ്വയംബോധം വരുവാൻ, സൃഷ്ടിലോകമാകെയും നമ്മുടേതാണെന്ന് സ്വയംബോധം നമ്മിൽ നിന്നല്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന അവസ്ഥ അനുഭവമാകുവാൻ, നമ്മളിൽ നിന്നല്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന അവസ്ഥ അനുഭവമാകും. ഈ സർവജ്ഞാനത്തെ ഗ്രഹിക്കുക. സർവജ്ഞാനത്തെ ഗ്രഹിക്കുക. ഉദിക്കട്ടെ സർവശക്തി ദിനംതോറും ഹൃദയത്തിൽ ഉദിക്കട്ടെ, ഉദിക്കട്ടെ സർവശക്തി ദിനംതോറും ഹൃദയത്തിൽ.
ഗുരുരൂപവും മാറി തെളിവായാൽ ഗുരുവാകും ഗുരുരൂപവും മാറി തെളിവായാൽ ഗുരുവാകും ഗുരുരൂപവും
ഉദയമാകണമെങ്കിൽ, ജ്ഞാനസൂര്യൻ ആത്മാവിൽ ഉദയമാകണമെങ്കിൽ, ജ്ഞാനസൂര്യനാകുന്ന ഗുരു അറിയിക്കുന്ന അറിവിൽ കൂടി ജീവിതം ചെയ്തെങ്കിലേ സാധിക്കൂ. ജ്ഞാനസൂര്യനാകുന്ന ഗുരു അറിയിക്കുന്ന അറിവിൽ കൂടി ജീവിതം അപ്പൊ ആ അറിവിനെ സ്വീകരിക്കുക, ആ അറിവിനെ സ്വീകരിക്കുക, അതിനനുസരിച്ച് ജീവിക്കുക. അതനുസരിച്ച് ജീവിക്കുക. ആ അറിവ് ആത്മാവായി ഉദയം ചെയ്യും. ആ അറിവ് ആത്മാവായി ഉദയം ചെയ്യും. അതാണ് സ്വീകരിക്കുന്ന അറിവുകൾ അറിവായി ഉദയം ചെയ്യട്ടെ എന്ന് അറിയിച്ചത്. സ്വീകരിക്കുന്ന അറിവുകൾ അറിവായി ഉദയം ചെയ്യട്ടെ എന്ന് അപ്പോഴാണ് ആത്മബോധോദയം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ആത്മബോധോദയം അപ്പോൾ ഉണ്ടാകുന്നത്. ആത്മബോധോദയം ഉണ്ടാകുമ്പോഴോ ആത്മബോധോദയം ഉണ്ടാകുമ്പോഴോ ആ സദ്ഗുരു രൂപം ശുഭാനന്ദ രൂപം ഉള്ളത്തിൽ തുള്ളിക്കളിക്കുന്നത് കാണാൻ കഴിയും. ഗുരുരൂപം ശുഭാനന്ദ രൂപം ഉള്ളത്തിൽ തുള്ളിക്കളിക്കുന്നത് അപ്പൊ കാണാൻ കഴിയും. എപ്പോഴും നമുക്ക് ആനന്ദമാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് അങ്ങനെ എന്നും ആനന്ദമായി ഈ ലോകത്തിൽ എന്റെ സന്താനങ്ങൾ ജീവിക്കണമെന്ന് കരുതിയാണ് ഈ നിയമങ്ങളൊക്കെയും ദാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ എന്തും ആനന്ദമായ ഭഗവത് സന്താനങ്ങൾ ലോകത്തിൽ ജീവിക്കണമെന്ന് കരുതിയാണ് ഭഗവാൻ ഈ നിയമങ്ങളൊക്കെ അതുകൊണ്ട് അണുവിട പോലും തെറ്റുവരുത്താതെ, അനുകൂല പോലും തെറ്റുവരുത്താതെ, യാതൊരു അനാസ്ഥകളും വിചാരിക്കാതെ യാതൊരു അനാസ്ഥകളും വിചാരിക്കാതെ ധീരരായി ഓരോ നിയമങ്ങളും പാലിക്കുവാൻ വേണ്ടി തീരുമാനമെടുക്കണം. ധീരരായി ഓരോ നിയമങ്ങളും പാലിക്കുവാൻ വേണ്ടി ലോകത്തിൽ പലവിധ തടസ്സങ്ങളും ആ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ വരും. ലോകത്തിൽ പലവിധ തടസ്സങ്ങളും ആ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ വരും. അത് ശക്തമായ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാലും അങ്ങനെ തന്നെയാണ്. അത് ശക്തമായ എന്ത് കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങിയാലും അങ്ങനെ തന്നെയാണ്. ലോകത്തിൽ നിന്ന് വളരെ ശക്തിയോടുകൂടി ഒരു കാര്യം നമുക്ക് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ, ലോകത്തിൽ നിന്ന് വളരെ ശക്തിയോടുകൂടി ഒരു കാര്യം നമുക്ക് സ്വീകരിക്കണം. ഒന്നും വേണ്ട, നിങ്ങളൊക്കെയും ജോലി ചെയ്യുന്നവരാണല്ലോ. വേണ്ട, നമ്മളൊക്കെ ജോലി ചെയ്യുന്ന എന്തെങ്കിലും ഒരു കഠിനാധ്വാനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം തന്നെ നമ്മളെ തളർത്തുന്നത് നമുക്ക് കാണാം. എന്തെങ്കിലും കഠിനാധ്വാനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം തന്നെ നമ്മളെ തളർത്തുന്നത് ഒരു വഴിക്കോട്ട് യാത്ര തിരിക്കുകയാണെന്നിരിക്കട്ടെ, ഒരു വഴിക്കോട്ട് യാത്ര ഇരിക്കുകയാണ്, നടന്നു പോകുന്ന അവസ്ഥയിൽ പെട്ടെന്നൊന്ന് ഓടിപ്പോകാമെന്ന് വിചാരിക്കുകയാണ്. നടന്നു പോകുന്ന അവസ്ഥയിൽ പെട്ടെന്ന് ഓടിപ്പോകാം. നടക്കുന്നത് പോലെയാണോ ഓടുന്നത്? നടക്കുന്നത് പോലെയാണോ ഓടുന്നത്? അല്ല, നടന്നു പോയാൽ തന്നെ ചെറിയ ക്ഷീണമുണ്ട്. നടന്നു പോയാൽ തന്നെ ക്ഷീണമുണ്ട്. ഓടാമെന്ന് വിചാരിച്ചാൽ നമ്മൾ കിതയ്ക്കും. ഓടാമെന്ന് വിചാരിച്ചാൽ നമുക്ക് എന്തുകൊണ്ട്? നമുക്ക് തന്നെ സഹായമായി നിൽക്കുന്ന ഈ വായുമണ്ഡലം നമുക്ക് തന്നെ സഹായമായി നിൽക്കുന്ന ഈ നമുക്കെതിരായി വരികയാണ് അപ്പോൾ ചെയ്യുന്നത്. നമുക്കെതിരായി വരികയാണ് അപ്പോൾ ചെയ്യുന്നത്. അത് വായുമണ്ഡലത്തിന്റെ കുറ്റമല്ല, വായുമണ്ഡലത്തിന്റെ അതിന്റെ വ്യവസ്ഥ അനുസരിച്ച് നമ്മൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ടേ ഓടാൻ കഴിയുള്ളൂ. അതിന്റെ വ്യവസ്ഥ അനുസരിച്ച് നമുക്ക് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് എങ്കിലേ നമുക്ക് വേഗത്തിൽ ലക്ഷ്യത്തിലെത്താൻ കഴിയുള്ളൂ. നമുക്ക് വേഗത്തിൽ ലക്ഷ്യത്തിൽ അപ്പൊ മറകളെല്ലാം മാറ്റി ഈ മാനസാനന്ദം അനുഭവിക്കണമെന്ന് തീരുമാനിക്കുന്നവർ, മറകളെല്ലാം മാറ്റി ഈ മാനസാനന്ദം അനുഭവിക്കണമെന്ന് തീരുമാനിക്കുന്നു. അല്പം ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നിയാലും ഈ നിയമങ്ങളൊക്കെ കർശനമായി പാലിക്കണം. അല്പം ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നിയാലും നിയമങ്ങളൊക്കെ കർശനമായി. അപ്പോഴാണ് ആത്മപരിശുദ്ധി ഉണ്ടാകുന്നത്. അപ്പോഴാണ് ആത്മപരിശുദ്ധി. ആ ആത്മപരിശുദ്ധിയിൽ കൂടി മാത്രമേ നമുക്ക് ആനന്ദം അനുഭവിക്കുവാൻ കഴിയുള്ളൂ. ആത്മപരിശുദ്ധിയിൽ കൂടി മാത്രമേ നമുക്ക് ആനന്ദം അങ്ങനെ ആനന്ദം എന്നും അനുഭവിക്കുവാൻ അങ്ങനെ ആനന്ദം എന്നും അനുഭവിക്കും. മഹാശക്തി നിങ്ങളെല്ലാം കരുതട്ടെ. മഹാശക്തി നമ്മളെല്ലാം നിങ്ങൾ ഓരോരുത്തരും കൊണ്ടുവന്ന് അർപ്പിച്ച എല്ലാ ഇരുമുടിക്കെട്ടുകളും നമ്മളെല്ലാം കൊണ്ടുവന്ന് സമർപ്പിച്ച എല്ലാ ഇരുമുടിക്കെട്ടുകളും നേർച്ച കാഴ്ചകളും വിവിധ വിധത്തിലുള്ള ഭക്ഷണ സാധനങ്ങള്, അതിനു വേണ്ടുന്ന പദാർത്ഥങ്ങള്, അതുപോലെ വിശിഷ്ടമായ പല സാധന സാമഗ്രികള് എല്ലാം ഞാനിതാ സ്വീകരിക്കുകയാണ്. എല്ലാം പ്രതി ദർശിക്കുന്നു. എല്ലാവർക്കും ഇതിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാ ഹൃദയങ്ങളും ആനന്ദിക്കട്ടെ. ആത്മനാഥന്റെ ഉന്നതമായ കാരുണ്യവും അനുഗ്രഹവും മരണം വരെയും അനുഭവിക്കുവാൻ തക്ക വിധത്തിൽ മാറ്റമില്ലാത്ത ഈ അറിവിനെ സേവിച്ചുകൊണ്ട് നിങ്ങൾ ലോകത്തിൽ ജീവിതം ചെയ്യുക. മാറ്റമില്ലാത്ത പരമഗുരു നിങ്ങളിൽ വാഴുമാറാകട്ടെ. ഉന്നതമായ നമ്മുടെ മഹാഗോപുരം ഇതാ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും വേഗം അത് പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനകളെല്ലാം സ്വീകരിച്ച് ഏറ്റവും വേഗം അത് പൂർത്തീകരിച്ചു തരുവാൻ നമുക്ക് ദൈവത്തോട് വീണ്ടും യാചിക്കാം. ഏറ്റവും വേഗം അത് പൂർത്തീകരിക്കുമാറാകട്ടെ. അതിനായി ആത്മദീപത്തെ ആയിരാരോഗ്യത്തോടെ സർവശക്തി കരുതട്ടെ. അതുപോലെ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും സർവകർമ്മികളെയും അതിലേക്കായി ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളെയും എല്ലാം ഈശ്വരന്റെ തൃക്കരങ്ങളിൽ എപ്പോഴും കരുതി സൂക്ഷിക്കട്ടെ. ഈശ്വര നിയോഗപ്രകാരം ഒരു കർമ്മം പൂർത്തീകരിക്കുമ്പോൾ അതിൽ ഏറ്റവും ശക്തമായി ചേർക്കപ്പെടേണ്ടത് നിഷ്കളങ്ക ഭക്തിയോടുകൂടിയുള്ള ആശ്രയമാണ്. എങ്കിൽ മാത്രമേ അത് ഗുരു സ്വീകരിക്കൂ. അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. നിഷ്കളങ്ക ഭക്തിയോടുകൂടി ആശ്രയിക്കുന്നവരുടെ വ്രതവും ആ നിയമങ്ങളും മാത്രമേ ഈശ്വരൻ സ്വീകരിക്കൂ. ആ വിധത്തിൽ
നിഷ്കളങ്ക ഭക്തിയോടുകൂടി നിങ്ങൾ ആശ്രയിക്കുക. മഹാശക്തി മഹാഗോപുരം പൂർത്തീകരിച്ചു തരട്ടെ. ഇതിന്റെ സമാപനം വരെയും ഉന്നതമായ ആനന്ദത്തിൽ ഈ തീർത്ഥാടനം നടത്തപ്പെടട്ടെ. സർവശക്തിയുടെ കാരുണ്യത്തിൽ ഇത്രയും വിദൂരങ്ങളിൽ നിന്നൊക്കെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരും വന്നു ചേർന്നപ്പോൾ എനിക്കുണ്ടായ സന്തോഷം വളരെ വലുതാണ്. ശേഷിച്ച് ചെന്നൈയിൽ നിന്നും കുറച്ച് ഭക്തജനങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. അതുപോലെ പോത്തുംകണ്ടം, മുണ്ടിയരുമ, മൂവാറ്റുപുഴ തുടങ്ങി വളരെ ദൂരമുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ വന്നു ചേർന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സമീപത്തുള്ള സന്താനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സമീപത്തുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് വരികയും കാണുകയും ഒക്കെ ചെയ്യാം. എന്നാൽ ഈ വിദൂരത്തിലൊക്കെ ഉള്ളവർ വളരെ അപൂർവമായിട്ടാണ് പലരും ഇവിടെ വന്നു ചേരുന്നത്. 2-3 വർഷമായി വരാൻ കഴിയാതിരുന്നവരുമുണ്ട്. കാരണം എല്ലാം ഒരുങ്ങി വരുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരും, പിന്നെ വരവ് മുടങ്ങും. അപ്പൊ ഒരുമിച്ച് ഇങ്ങനെ വണ്ടിയിൽ വരുമ്പോഴാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊരു മുടക്കം വന്നാൽ പിന്നെ വരാൻ പറ്റുകയില്ല. അപ്പൊ ആ വർഷത്തെ യാത്രയാണ് അവർക്ക് മുടങ്ങുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വന്നവരുണ്ട്. എല്ലാവരെയും ആളാമ്പ്രതി ദർശിക്കുകയാണ്, എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. ഈ ആനന്ദം കൈവിടാതെ നിലനിർത്തി പരിശുദ്ധ ജീവിതം ചെയ്ത് പരമാനന്ദത്തെ പ്രാപിക്കുവാൻ മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. സർവശക്തി നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആനന്ദമനുദിനം അനുഭവിപ്പാൻ ആചാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണമോ. ജഗദീശ്വരന്റെ കരുണയും കരുതലുമാകുന്നു. എളിയവരിൽ കൃപ ചൊരിയുന്നു, കരുണാ